ആ ദാ ഇന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് വിവാഹിതരാകുന്നു. കളറാണല്ലോ. ഇത് മിക്കവാറും കല്യാണത്തിന് തന്നെ വലിയ ഫുൾ പേജ് പരസ്യമായിരിക്കും. മിന്നൽ മുരളിയും ലൂസിഫറും പോലെ. വിനു വേർഡ്സ് അഞ്ജലി. ഏട്ടാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്യട്ടെ. എന്താ? ഏട്ടൻ അഞ്ജലിനോട് ഒട്ടും ഇഷ്ടം തോന്നിയിട്ടില്ലേ? എന്താടാ? അല്ല, കല്യാണം വേണ്ടെന്നൊരു തീരുമാനം എടുക്കുമ്പോൾ എന്തായാലും അഞ്ജലിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വിഷമം തോന്നിയിട്ടില്ലേ? മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ ചില ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് നോക്കേണ്ടി വരും. കൂടുതൽ പ്രശ്നത്തിലേക്കും വിഷമത്തിലേക്കൊക്കെ പോകുന്നതിനും ഇതിങ്ങനെ അങ്ങ് തീരുന്നതാണ് നല്ലത്. പെണ്ണിന്റെ ആങ്ങള വടിയായാലും കല്യാണം നടക്കില്ലല്ലോ. ഷംസു, നടക്കുന്ന വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ, അല്ലാതെ ആനന്ദേട്ടനെ വെച്ച് കോമഡി അടിക്കരുത്. ഓഹോ, ആനന്ദനെ പറഞ്ഞപ്പോ ഇപ്പൊ ഷംസുനാണോ കുറ്റം? എടാ, ഞാൻ എത്ര നെഗറ്റീവ് ഐഡിയ പറഞ്ഞ? അതൊക്കെ ചീറ്റി പോയത് എന്റെ കുറ്റം കൊണ്ടാ. എന്നാ നീ പറ, നിന്റെ എല്ലാ ഐഡിയ പറ. എനിക്ക് ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ നാട്ടുകാരുടെ കല്യാണമൊക്കെ മുടക്കാൻ വലിയ ഐഡിയ ആണല്ലോ. സ്വന്തം കാര്യം വന്നപ്പോൾ ഐഡിയ ഇല്ല. അതിന് ഏട്ടനാരെ കല്യാണം മുടക്കിയേ? മുടക്കാൻ വേണ്ടി ചെയ്തതല്ല, കല്യാണപ്പണി കൊടുത്തതാ നിന്റെ ചേട്ടൻ. കോളേജ് കഴിഞ്ഞ് ഞങ്ങളുടെ ഗ്യാങ്ങിൽ ആദ്യം കല്യാണം കഴിക്കുന്ന ശരവണനാ. അന്ന് നിന്റെ ചേട്ടന് വലിയ ആവേശമായിരുന്നു കല്യാണപ്പണി കൊടുക്കാൻ വേണ്ടി. ആദ്യ രാത്രി കുടിക്കാനുള്ള പാലില്ലേ ഇവൻ കാന്താരി കലക്കി കൊടുത്തു. എന്നിട്ട് സാധാരണ നമ്മളൊക്കെ പാല് കുടിക്കുകയല്ലേ ചെയ്യാറ്. ശരവണൻ ആ പാല് വെച്ച് മറ്റെന്തോ ചെയ്തു. കല്യാണപ്പെണ്ണ് അലറി കതകും തുറന്ന ഒരൊറ്റ ഓട്ടമായിരുന്നു. പിന്നീട് അവളെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. എന്നാലും ശരവണ്ണൻ എന്താ ചെയ്തിട്ടുണ്ടാവുക പാലും വെച്ചിട്ട്? അതാണോ അവിടുത്തെ വിഷയം? നിന്നെയൊക്കെ കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ കല്യാണം പണ്ടേ മുടങ്ങിയേനെ. ഇനി ഈ അവസാന ദിവസം ഏത് അപരാധം പിടിച്ചാൽ വിചാരിച്ചാലാണോ ഇതൊന്ന് മുടക്കാൻ പറ്റുക? മായൻകുട്ടി, നമ്മുടെ മായൻകുട്ടി. ആ മായൻകുട്ടി, ഇവന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാത്തിരിക്കേണ്ട വരില്ലായിരുന്നു. അതായത് മായൻകുട്ടി ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച മായൻകുട്ടി വി. എത്ര കാലാടാ കണ്ടിട്ട്? നാലും ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞങ്ങൾ ഓർത്തല്ലോ. ഇത് വിനുവിന് വാങ്ങിച്ചതാ, ഹാപ്പി മാരീഡ് ലൈഫ്. അതേ കൊടുത്തോളാം, എൻ്റെ വീട്ടിലേക്കുള്ളതാണല്ലോ. മായൻകുട്ടി, നിന്നെ ഞങ്ങൾ ഈ കല്യാണത്തിന് വിളിച്ചത് മുടക്കാന്. അപ്പം നിങ്ങൾ എന്നെ കല്യാണത്തിന് വിളിച്ചല്ല കൊണ്ട? അല്ല, എന്തിനറിഞ്ഞ്? അതിൻ്റെ അകത്ത് 2 കരിന്തകളേനു. ചെറിയ വിഷമുള്ളൂ. മായൻകുട്ടി, എടാ നിന്നെയാണോ ഞങ്ങൾ നോക്കി നടന്നിരുന്നത്? ആനന്ദേട്ടാ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. മീൻ വരയിട്ട് പരിക്കണമെന്നല്ലേ? ഞാൻ ഏറ്റു. ഈ കല്യാണത്തിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തുറ്റ്? കല്യാണത്തെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. രണ്ടു ദിവസം കഴിഞ്ഞല്ല കല്യാണം. ആനന്ദേട്ടാ, ആ മുമ്പ് എനിക്കൊരു വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഏട്ടത്തമ്മയല്ലേ വിനുവേട്ടന പഴയ കാമുകി അല്ലേ?
അപ്പോൾ അതാണ് വിനോദിനെ കല്യാണത്തിന് പിന്മാറാൻ തീരുമാനിച്ചതല്ലേ. നീ ഇതെങ്ങനെ അറിഞ്ഞു? ഏട്ടത്തിയമ്മേനെ എന്നോട് പറഞ്ഞു. പാർവതി എന്ത് പറഞ്ഞു? നിങ്ങൾ രണ്ടുപേരും ഈ കല്യാണം മുടക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ വിനോദിനെ മനസ്സിലാക്കാതെ തോന്നുന്നല്ലോ ഈ എന്നെയാ. പഴയ കാര്യങ്ങളൊന്നും ഇനി എന്നെ ബാധിക്കില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. ഇവിടെ നഞ്ചലയുടെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? അതെന്തിനാടാ? ശംസോ ഈ പറയ്. ഒരു 8-10 കിലോമീറ്റർ ആണ്. 8-10. പോകുന്ന വഴിക്ക് വല്ല കോളേജോ സ്കൂളോ പള്ളിയോ അമ്പലോ ഉത്സവ പരിപാടികൾ അങ്ങനെ പാർട്ടി പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതും കല്യാണം എന്താണോ ബന്ധം? ശംസോ ആ, ഇല്ല, അതൊന്നുമില്ല. ഞാൻ ആനന്ദേട്ടനെ കണ്ടിട്ട് വരാം. എന്തിനാ? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് പറയാൻ. നമ്മളെ ഇനി ആർക്കും പിരിക്കാൻ കഴിയില്ല പാർവതി. അപ്പം ഞാൻ പോയി കല്യാണം മുടക്കിയിട്ട് വരാം. വിനു ഒരു മിടുക്കനാ. അവൻ എത്ര പെട്ടെന്ന് ആനന്ദനെ മാറ്റിയെടുത്തെന്ന് നോക്കി. ആനന്ദൻ ഒരാളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ആനന്ദന് ബന്ധുവായി കിട്ടിയത് നമ്മുടെ മോന്റെ പുണ്യാണ്. പുണ്യല്ല, കോടി പുണ്യ. ആരാ? ഐ ആം മായൻകുട്ടി വി. മിസ്റ്റർ ആനന്ദൻ. അതെ. ഭാര്യ പാർവതി. കാര്യം പറ. താങ്കളുടെ സഹോദരി അഞ്ജലിയെ കെട്ടാൻ പോകുന്നത് കൈതോലപ്പറമ്പിൽ വിനു രാമചന്ദ്രൻ ആണെങ്കിൽ അതേ വിനു തന്നെയാണ് താങ്കളുടെ ഭാര്യയുടെ കാമുകൻ. കാമുകൻ. അടിയോ പോട്ട് വിട്ടുപോയി. നിന്നെയായിരുന്നല്ലടാ തെണ്ടി ഞാൻ ഇത്രയും കാലം തേടി നടന്ന്. ആനന്ദേട്ടാ നാറി അവന്റെ ഒരു സാരി ഫോണ് ഇതിനായിരുന്നല്ലടാ എന്നെ കൊണ്ട് അവളെ തിരിച്ചു വിളിപ്പിച്ചോണ്ട് വന്ന്. ഓ അല്ലെങ്കിലും തിരിച്ചു വിളിച്ചത് ഞാനല്ലല്ലോ. നമുക്കെല്ലാം മറന്ന് പഴയതുപോലെ ജീവിക്കാം എന്ന് നീയല്ലേ അവളോട് പറഞ്ഞു. ആനന്ദേട്ടാ കാര്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിക്കില്ലെങ്കിൽ വായടക്കി. എന്റെ വീട്ടുമുറ്റത്ത് നിന്ന് എന്നോട് വായടക്കാൻ പറയാൻ നീ ആരടാ ഊളെ? തെണ്ടിത്തരം പറഞ്ഞ പിന്നെ മിണ്ടാതിരിക്കണം. പിന്നെ എന്നെ ചതിച്ചെന്റെ കുടുംബം കുട്ടിച്ചോറക്കാമെന്ന് നിന്നോട് ഞാൻ പറയാം. എന്ത് പറയണം? വിനു ഈ കല്യാണം നീ അങ്ങ് മറന്നേക്ക്. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കും. അതിന് ആരുടെ അനുവാദം വേണ്ട. ആ എങ്കിൽ നീ വാ, അപ്പൊ കാണാം ഈ ആനന്ദൻ ആരാന്ന്. ഞാൻ വരും.
എന്റെ പെങ്ങടെ കഴുത്തി താലി കെട്ടാൻ നീ വന്ന ആ തോളലിന് താഴെ നിന്റെ കൈ ഉണ്ടാവില്ല. അഞ്ജലിക്ക് എന്നെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് പറഞ്ഞ ദിവസം നിശ്ചയിച്ച സമയത്ത് ഞാൻ അവളുടെ കഴുത്തി താലി കെട്ടും. എന്നാ കാണാം, ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് തന്നെ കാണാം. കാണാം.